2012 അപ്പോഴേക്കും നമ്മുടെ വിദ്യാഭ്യാസ ഈ വികാസ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചിരുന്നു. 2011 ഇതിൻ്റെ ദേശീയ ചിന്തൻ ബൈഠക്ക്, ആദ്യത്തെ ചിന്തൻ ബൈഠക്ക് വൃന്ദാവനത്തിൽ വെച്ച് നടന്നു. അപ്പം നമ്മുടെ പ്രവർത്തനം പറഞ്ഞില്ലേ, നമുക്ക് മോഡൽസ് ഉണ്ടാക്കണം. മോഡൽസ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അന്ന് സുരേഷ് സോണിജിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. സോണിജി പറഞ്ഞു, നമ്മുടെ വ്യത്യസ്ത ഐക്കൺസ് ഉണ്ട് ശാസ്ത്രരംഗത്ത്, ഗണിതശാസ്ത്ര രംഗത്ത്, ദർശന രംഗത്ത്. അപ്പോൾ നമ്മൾ ഏകാത്മസ്തോത്രത്തിലൊക്കെ പറയുന്ന നിരവധി ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ടാവാം, അന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കറിയാം മാധവൻ അന്ന് ഐഡൻറ്റിഫൈ ഈ പോപ്പുലറൈസ് ചെയ്ത് അദ്ദേഹം വരണ്ടായിരുന്നു. അങ്ങനത്തെ കേന്ദ്രങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും വേണമെന്നാണ്. എന്തോ പ്രധാന ഒരു ഡിവൈൻ ഡിസൈൻ പോലെ അടുത്ത വർഷം ലോകം മുഴുവൻ അന്താരാഷ്ട്ര ഗണിത വർഷമായിട്ട് ആചരിച്ചു. അത് ലോകത്തറിയപ്പെടുന്ന മറ്റൊരു ഗണിതജ്ഞൻ, ആധുനിക ഭാരതീയ ഗണിതജ്ഞനായിട്ടുള്ള ശ്രീനിവാസ രാമാനുജൻ്റെ 125 പിറന്നാളായിരുന്നു. വേൾഡ് മാത്തമാറ്റിക്സ് കമ്മ്യൂണിറ്റി ഡിക്ലെയർ ചെയ്തു ഒരു ലോക ഗണിത വർഷമായിട്ട്. അത് നമുക്ക് ഭയങ്കര പ്രേരണയായി. അപ്പോൾ ആ വർഷം തന്നെ ഈ രീതിയിൽ 2-3 കാര്യങ്ങൾ ചെയ്യണമെന്നായി. അങ്ങനെ ഇരിങ്ങാലക്കുട പോവുകയും ഇരിങ്ങാലക്കുട നമുക്ക് സഹകരിക്കുന്ന ആൾക്കാർ, അന്നത്തെ പ്രധാനപ്പെട്ട കോളേജുകൾ, അവിടെ ഇരിങ്ങാലക്കുടയിൽ പേരെടുത്ത കോളേജുകളുണ്ട്. ആ കോളേജുകളൊന്നും അതിനോട് സഹകരിച്ചില്ല. അവിടെ ഒരു നമ്പൂരീസ് BEd കോളേജാണ് സഹകരിച്ചത്. പിന്നെ 2-3 സ്കൂളുകളൊക്കെ ചേർന്ന് MG യൂണിവേഴ്സിറ്റിയുടെ മുൻ VC ആയിരുന്ന സുകുമാരൻ സാറ് ഉദ്ഘാടനം ചെയ്ത്, നമ്പൂരി സാർ അധ്യക്ഷനായി, ഞാൻ സെക്രട്ടറി ആയിട്ട് ഒരു മാധവ ഗണിത കേന്ദ്രം ആരംഭിച്ചു 2012. നമ്മുടെ ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള മഹാന്മാരുടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്, നമുക്ക് സാധ്യമെങ്കിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൽ അത് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിച്ചത്. കാരണം നമ്മളൊരു ഓർഗനൈസേഷനല്ല. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അങ്ങനത്തെ ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ വിചാരകേന്ദ്രം സെപ്പറേറ്റ്. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് തുടങ്ങാൻ പറ്റുമോ, ഇങ്ങനെയാണ് ചിന്തിച്ചത്. അങ്ങനെ ആദ്യം തുടങ്ങിയത് ഒന്ന് നമ്മുടെ ഉജ്ജയിൻ ഇതിൻ്റെ ഒരു കേന്ദ്രമാണല്ലോ. അപ്പോൾ അവർ വേദഗണിത ഗവേഷണ കേന്ദ്രം, അവിടെ വിദ്യാലയവുമായി ചേർന്നിട്ട്, ഹയർ സെക്കൻഡറി വിദ്യാലയവുമായിട്ട് വലിയ ഒരു നെറ്റ്വർക്കിംഗ് വിദ്യാലയങ്ങളാണ്, അവിടെയാണ് തുടങ്ങിയത്. മറ്റൊന്ന് നമ്മൾ ഇവിടെ തുടങ്ങാൻ, നമ്മുടെ ദേശീയ തലത്തിൽ ശിക്ഷാ സംസ്കൃത ഉദ്ധാന്യാസം എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ കേരളത്തിൽ അത് വിദ്യാഭ്യാസ വികാസ കേന്ദ്രം, മലയാള ടച്ച്. നമ്മുടെ ഈ ഇതെല്ലാം വളരെ ഫ്ലെക്സിബിളാണ്. അവിടെ അവിടുത്തെ സമൂഹവുമായിട്ട് സംവദിക്കാൻ പറ്റണം. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യസ്ത മേഖലയിൽ നമുക്ക് ഒരു വ്യതിരിക്തമായ ജ്ഞാന പാരമ്പര്യമുണ്ട്. ആയുർവേദത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ശങ്കരാചാര്യ ഉണ്ടായതുകൊണ്ട് ദാർശനിക രംഗത്ത് നമുക്കറിയാം, വാസ്തുരംഗത്ത് നമുക്കറിയാം, ആറന്മുള കണ്ണാടി. പക്ഷേ കേരളത്തിലെ ലോകം മുഴുവൻ ലോകം എന്നും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ, ഒരു ഗണിത പാരമ്പര്യമുണ്ട്. അപ്പോൾ ആ ഗണിത പാരമ്പര്യത്തെയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടതെന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള മാധവൻ്റെ പേരിൽ ഇരിങ്ങാലക്കുട കേന്ദ്രമായിട്ട് ഈ പ്രവർത്തനം ആരംഭിച്ചത്.